ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് വൈൽഡ് സ്റ്റോൺ കോഡ് ടെറ എന്ന പെർഫ്യൂമാണ്. ഈ ടെറയും പിന്നെ എക്കോയും പൈറോയും ഇത് മൂന്നും ഞാൻ ഒന്നിച്ച് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. സോ ലാസ്റ്റ് വണ്ണാണ് ടെറ. അപ്പോൾ ഇതൊക്കെ വീഡിയോ ചെയ്തിട്ട് വേണം എന്താ പറയുക ഇവിടുന്ന് ഈ സ്പേസ് ഒക്കെ ഒന്ന് കാലിയാക്കാൻ. ഓക്കെ, കുറേ ദിവസമായിട്ട് ടേബിളിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. 8 ml പെർഫ്യൂമാണ്. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, അധികം അപ്ലൈ ചെയ്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഈ പേരിൽ നിന്ന് തന്നെ സംഗതി വ്യക്തമാണ് ഇത് ഏതിൻ്റെ ഇൻസ്പയർഡ് ആണെന്നുള്ളത്. ഇത് ടെറി ഡി ഹെർമസ് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. ടെറി ഡി ഹെർമസ് നമുക്ക് നല്ലോണം പരിചയമുള്ള പെർഫ്യൂമാണ്. ഓൾറെഡി പല വീഡിയോസിലും ഞാൻ പറഞ്ഞതും പല തവണയായിട്ട് അതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസും മറ്റുള്ളതൊക്കെ കാണിച്ചു പോയതാണ്. ഒറിജിനൽ 2 എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് ടെറി ഡി ഹെർമസും പിന്നെ അതിൻ്റെ തന്നെ ഒരു വെറ്റിവറോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരെണ്ണമുണ്ട്. 2 ഉണ്ട്, കുറേ നാളായിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ അത് വീഡിയോ ചെയ്യാം. സോ ഇത് ടെറ എന്നുള്ളത് കോഡ് സീരീസിൽ പെട്ടതാണ്. കോഡ് നമ്മൾ സാധാരണ കാണാറുള്ളത് വൈൽഡ് സ്റ്റോണിൻ്റെ ഡിയോഡ്രൻസിലാണ്, നോ ഗ്യാസ് ഡിയോയിലാണ് കോഡ് എന്ന് കാണാറുള്ളത്. മറ്റതിനൊന്നും കോഡ് എന്ന് മെൻഷൻ ചെയ്യാറില്ല. ഇതെന്തോ മേ ബി ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ പൊസിഷൻ ചെയ്തതായിരിക്കാം. ഓക്കെ, എനിവേസ് ഇത് ബോട്ടിലൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ഇത് പിന്നെ നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. ഫ്രാഗ്രൻസ് ടിപ്പിക്കൽ നമ്മൾ സാധാരണ ടെറി ഡി ഹെർമസിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് നിന്ന് കാണുന്ന ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ടെറി ഡി ഹെർമസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരിക വെറ്റീവറാണ്. വെറ്റീവറും കുറച്ചൊരു പച്ചോളി ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവമാണ്. മോസ്റ്റ്ലി വെറ്റീവർ തന്നെ. വെറ്റീവർ ഒരു ഒന്നിച്ച് കംപ്രസ് ചെയ്തെടുത്ത പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് പെട്ടെന്ന് ടെറി ഡി ഹെർമസ്. അത് ഒറിജിനൽ അപ്ലൈ ചെയ്താലും അതെ, വേറെ ഇൻസ്പയർഡ് വേർഷൻസ് അപ്ലൈ ചെയ്താലും അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. അത് തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നതും. അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണ്. ഒരു ടിപ്പിക്കൽ നമ്മളൊരു ഫ്രഷ് മാൻലി പെർഫ്യൂംസ് എന്ന് കിട്ടുന്ന ഒരു ബർഗമോട്ട് സിട്രസ് ഒക്കെ പോലത്തെ ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. അവിടുന്ന് ഒരിത്തിരി ഒരു സ്പൈസി ഹിൻറ്റ്, ഒരു പെപ്പറി ഹിൻറ്റ് നമുക്ക് ഇതിൻ്റെ മിഡിൽ നോട്ട്സിൽ വരുന്നുണ്ട്. എവിടേക്കോ ചെറുതായിട്ട് ഒരു അരോമാറ്റിക് ടച്ച് പോലെയും തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ മിഡിൽ നോട്ട്സ് ഉള്ളത്. ഇനി ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് ഈ പച്ചോളി, അതേപോലെ സിഡർ വുഡ്, പിന്നെ വെറ്റിവർ. ഈ 3 സംഭവങ്ങളും അതിൽ ഈ വെറ്റിവർ ആദ്യം മുതലേ ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അത് ഡ്രൈ ഡൗണിലേക്ക് എത്തുമ്പോഴാണ് വെറ്റിവർ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. അപ്പോൾ ഇനി വെറ്റിവർ എന്താണ് എന്നറിയാത്ത ചിലർ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാനിപ്പോൾ ഒരു 50 വട്ടം ആ വാക്ക് പറഞ്ഞത് എന്താണെന്ന് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മലയാളത്തിൽ രാമച്ചം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇവിടെ വരുന്നത്. അതാണ് ടെറി ഡി ഹെർമസ് പെർഫ്യൂമിൽ നമുക്ക് യൂഷ്വലി ഉള്ള ഒരു ഫ്രാഗ്രൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു യങ്സ്റ്റേഴ്സിന് പറ്റിയ ഫ്രാഗ്രൻസ് അല്ല. ഇത്തരം ഫ്രാഗ്രൻസുകൾ നമ്മളൊരു യങ്സ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ഞാനൊരു സ്റ്റുഡൻസിനൊന്നും പറ്റിയതല്ല, ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് പറ്റിയ ഒരു പെർഫ്യൂം. അങ്ങനെ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഈ ടെറി ഡി ഹെർമസ് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഒരു 25 ഒക്കെ മേലൊക്കെ, അതായത് ഒരു ജോലിയിലൊക്കെ കയറിയ ഒരാൾക്ക് അയാളെ ഒരു ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം. നമ്മൾ മീറ്റിങ്ങിലേക്കൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ കയറുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ ടെറ എന്നുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ പെർഫോമൻസ് ഇതൊരു 2 to 2.5 hours വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു 4 to 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 5 hours മാക്സിമം ഇതിനൊരു ലോഞ്ചിവിറ്റി എനിക്ക് തോന്നിയത്. അത് നമ്മൾ അത്യാവശ്യം ഒരു ക്ലോസ്ഡ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 hours വരെയുള്ള ഒരു നോർമൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ഒരു ലൈഫിൽ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 4 hours പോകുന്നുണ്ട്, അല്ലെങ്കിൽ 5 hours വരെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഉള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ കാര്യം മനസ്സിൽ വെക്കുക, സ്റ്റുഡൻസ് ഇത് പോയി വാങ്ങിക്കരുത്. അല്ലാത്ത ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ട്രൈ ചെയ്തോളൂ. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.